വയനാടിൻ്റെ പുനരധിവാസം ഒരു മാസം എന്നുള്ള ഒരു കാലയളവാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഒരു ഉരുളുപൊട്ടി വലിയ ദുരന്തമുണ്ടായതിനു ശേഷമുള്ള ഈ കാലയളവിൽ വയനാടിൻ്റെ ആ പ്രദേശത്തെ ദുരന്തബാധിത പ്രദേശങ്ങളെ, ദുരന്തബാധിതരെ എങ്ങനെ ഒരു പുനരധിവസിപ്പിച്ച് ഒരു മികച്ച ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരാം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് സമയബന്ധിതമായ നടപടിക്രമങ്ങളിലൂടെ സർക്കാർ കടന്നു പോവുകയാണ്. അവിടെയാണ് ഒരു പ്രധാന കാര്യം. കേന്ദ്രത്തിൻ്റെ ശരിയായ ശക്തമായ പിന്തുണയും സാമ്പത്തിക സഹായവും ഉണ്ടായേ തീരൂ. പ്രധാനമന്ത്രി വന്ന് കണ്ട് മടങ്ങിപ്പോയിട്ട് 2-3 ആഴ്ചയാകുന്നു. പക്ഷേ എന്നിട്ടും ഇതുവരെ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്ന സാഹചര്യത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം വരുന്നത് അതുതന്നെയാണ്. പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. അടിയന്തര സഹായം ആവശ്യപ്പെട്ടും സംസ്ഥാനത്തോടുള്ള അവഗണന തുടരുന്ന ഈ സാഹചര്യത്തിലാണ് അടിയന്തര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നത്. രാവിലെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. വിഷ്ണു, ഈ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിൽ കേന്ദ്രത്തിൻ്റെ നല്ല സഹായം ഉണ്ടാവേണ്ടതുണ്ട്. വിവിധ തലങ്ങളിൽ അത് വേണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്കുകളും റിപ്പോർട്ടുകളും എല്ലാം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ കേരളത്തിൻ്റെ ആവശ്യം കുറെ കൂടി ശക്തമായി കേന്ദ്രത്തെ ധരിപ്പിക്കുക എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു കാര്യമാണോ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിലൂടെ നിറവേറ്റാൻ സംസ്ഥാനം ആഗ്രഹിക്കുന്നത്? ആ നിലയിലാണോ ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ ഒരു പ്രാധാന്യം? എത്ര മണിക്കാണ്? ശരത്ത്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ രാവിലെ 10 കൂടിയായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച നടക്കുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 2 കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഒന്ന്, സാധാരണ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ വന്ന് കാണാറുണ്ട്. അത് ഔപചാരികമായി അത്തരത്തിൽ കാണുന്ന ഒരു പതിവുണ്ട്. പക്ഷേ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുവരെ അത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചിരുന്നില്ല. എന്തായാലും അത്തരമൊരു കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് വയനാടിന് കൃത്യമായിട്ടൊരു പാക്കേജ് വേണമെന്ന ആവശ്യം തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുക. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചെങ്കിലും ഇതുവരെ വയനാടിനൊരു പാക്കേജ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ത്രിപുരയിൽ വെള്ളപ്പൊക്കം. ഇപ്പോഴാണ് ത്രിപുരയിൽ വലിയ വെള്ളപ്പൊക്ക കെടുതിയൊക്കെ ഉണ്ടായത്. അപ്പോൾ ത്രിപുരയ്ക്ക് അടിയന്തര സഹായമായി 40 കോടി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെയും കേരളത്തോട് ഒരു അവഗണന തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചൂണ്ടിക്കാട്ടുക. അതോടൊപ്പം തന്നെ വയനാട് പുനരധിവാസത്തിന് ഏതൊക്കെ തരത്തിലുള്ള സഹായം വേണമെന്നതടക്കം, പ്രത്യേകിച്ച് ടൗൺഷിപ്പ് അടക്കമാണ് സംസ്ഥാന സർക്കാർ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ തന്നെ കേന്ദ്ര സഹായം കൃത്യമായി തന്നെ ലഭിക്കണം എന്ന്, ആ കേന്ദ്ര സഹായം കൃത്യമായി ലഭിച്ചാൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും അത്തരത്തിലൊരു അവഗണന ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും ഇക്കാര്യം തന്നെയാണ്. അതായത് വയനാട് പുനരധിവാസം, വയനാടിന് വേണ്ട പ്രത്യേക പാക്കേജ്, വയനാട് ഈ ഒരു ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചയാവുക. എന്തായാലും രാവിലെ 10 കൂടിയായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച നടക്കുക. ശരത്, ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും, ദേവരാജൻ എഴുതുന്നതാണ്, പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും ദുരന്തത്തിന് മുമ്പും ശേഷമുള്ള ചിത്രീകരണങ്ങൾ കണ്ടിട്ടും പ്രധാനമന്ത്രി കണ്ണടയ്ക്കുകയാണോ, എന്തേ കണ്ണടയ്ക്കുന്നു എന്ന ചോദ്യം. കാരണം ആഴ്ചകൾ പിന്നിട്ടിട്ടും കേന്ദ്രം അതിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു വിമർശനം ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ബഷീർ എഴുതുന്നത്, ശരത് ഗുഡ് മോർണിംഗ്. അതിജീവനത്തിലേക്ക് മടങ്ങിയ വയനാടിനെ കരുതലോടെ സംരക്ഷിക്കാൻ കേന്ദ്ര സഹായം കൂടിയേ തീരൂ, അനിവാര്യമാണ്. അതിനിയും വൈകരുത്. അത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അത്ര വലിയ പിന്തുണയാണ് ജനങ്ങൾ നൽകിയത്. അതോടൊപ്പം കേന്ദ്ര സഹായം കൂടി ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ച പോലെ കേരളം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ മേഖലകളിലാണ് യഥാർത്ഥത്തിൽ തൊഴിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനുയോജ്യമായ വാസസ്ഥലങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. അവരെ മികച്ചൊരു ജീവിതത്തിലേക്ക് മടക്കി
കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനെല്ലാം സജ്ജമാകും വിധമുള്ള ഒരു കേന്ദ്ര സഹായം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. വിഷ്ണു, ഒറ്റ കാര്യം കൂടി, ഇതിൽ നമ്മളിപ്പോൾ കേരളം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, പ്രാഥമിക വിവരങ്ങൾ അന്ന് പ്രധാനമന്ത്രി വന്ന് സന്ദർശിച്ചു മടങ്ങുമ്പോൾ തന്നെ പ്രാഥമിക വിവരങ്ങൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടായിരുന്നു. വയനാട് വെച്ച് തന്നെ ചീഫ് സെക്രട്ടറി ദൃശ്യങ്ങളടക്കം ഈ ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട അവസ്ഥ, ഇതെല്ലാം ദൃശ്യങ്ങൾ സഹിതം വളരെ വ്യക്തമായൊരു പ്രസൻറ്റേഷൻ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ നടത്തിയിരുന്നു. അതിനുശേഷം ചീഫ് സെക്രട്ടറി തന്നെ പലപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തുടർന്നുള്ള ദിവസങ്ങളിൽ, പിന്നിട്ട ആഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ, റിപ്പോർട്ടുകൾ കേന്ദ്രത്തിലേക്ക് നൽകിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒരു ദുരന്തബാധിത, വലിയൊരു ദുരന്തം ബാധിച്ച ഒരു പ്രദേശമടങ്ങുന്ന ഒരു സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രവൃത്തികളാകെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യപ്പെടലോ ഒന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനിടയിൽ മറ്റൊരു തരത്തിൽ വന്നിട്ടുമില്ല. അപ്പോൾ ഒരു സംസ്ഥാനം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് ഒരു കാര്യമായ ആലോചന ഏതെങ്കിലും തലങ്ങളിൽ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ദില്ലിയിൽ നിന്ന് നാളിതുവരെ കിട്ടിയിട്ടുണ്ടോ, അറിയാനായിട്ടുണ്ടോ? ശരത്ത്, നമുക്ക് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഇതുവരെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി നേരിട്ട് വന്നാണ് വയനാട് ഈ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ചത്. കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷേ ഏറ്റവും വലിയ ഒരു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്രത്തോളം പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു ദുരന്തമായിട്ട് പോലും അവിടെ ഒരു അടിയന്തര ഒരു ധനസഹായം പ്രഖ്യാപിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അന്നു മുതൽ തന്നെ പാർലമെൻറ്റിൽ, രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളൊക്കെ തന്നെ ശക്തമായി ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അടിയന്തരമായിട്ട് കേരളത്തിന് സഹായം അനുവദിക്കണമെന്ന കാര്യം. പക്ഷേ അത്തരത്തിൽ അടിയന്തരമായി ഒരു ധനസഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. പിന്നീട് പ്രധാനമന്ത്രി നേരിട്ട് വയനാട് സന്ദർശിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്നു, കണക്കുകൾ എല്ലാം തന്നെ അന്ന് തന്നെ പ്രധാനമന്ത്രിയെ കാണിക്കുകയും ചെയ്തതാണ്, കൈമാറുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. പിന്നീടും വയനാടുമായി ബന്ധപ്പെട്ട കണക്കുകൾ സംസ്ഥാനം കേന്ദ്രത്തിന് കൃത്യമായി തന്നെ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അത്തരത്തിൽ വയനാടിന് ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക എന്നതിലേക്ക് കേന്ദ്ര സർക്കാർ അത്തരം ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് കടക്കാത്ത സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുമെന്നതാണ്. ഇത്രത്തോളം കൃത്യമായി തന്നെ കണക്കുകൾ നൽകുന്നു, എന്നിട്ട് പോലും സംസ്ഥാനത്തിന് ഇത്തരത്തിൽ സഹായം നൽകുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും ആ ഒരു സഹായം, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പാക്കേജ് ഇനിയെങ്കിലും പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ദുരന്തം ബാധിച്ച സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ആ സംസ്ഥാനം ചെയ്യേണ്ട എല്ലാ നടപടികളും, നമ്മുടെ കേരളമാണ് ആ സംസ്ഥാനം എന്ന് പറയുന്നത്, കേരളം ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കി കേന്ദ്രത്തിന് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു, കണക്കുകൾ സമർപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടുകൾ, ഇതെല്ലാം കൈമാറിയിട്ടും കാര്യമായ ഒരു ചലനവും ഉണ്ടായിട്ടില്ല എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെ ഇന്ന് നേരിട്ട് കണ്ട് ഈ ആവശ്യം, കേന്ദ്ര പാക്കേജ്, കേരളത്തിനെ സഹായിക്കാൻ കേന്ദ്രത്തിൻ്റെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പാക്കേജിൻ്റെ ആവശ്യകത, ഇടപെടലിൻ്റെ ആവശ്യകത വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, അഭ്യർത്ഥിക്കാൻ പോകുന്നത്. ആ നിലയിൽ വളരെ പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ച ഇന്ന് ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ രാവിലെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാടിനെ സംരക്ഷിക്കുന്ന ഷിനോ എഴുതുന്നത്, വയനാടിനെ സംരക്ഷിക്കുന്ന കേരള സർക്കാരിന് അഭിനന്ദനങ്ങൾ എന്നാണ്. അപ്പോൾ ദാസിൻ്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം, വയനാടിന് ആവശ്യമായ കേന്ദ്ര സഹായം ഉടൻ ലഭിക്കേണ്ടതുണ്ട്, അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നുകൂടിയാണ്. ത്രിപുരയ്ക്ക് കേന്ദ്ര സഹായം ഉടൻ നൽകി എന്ന് ദിലീപ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ഇതിനിടയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ച ത്രിപുര എന്ന സംസ്ഥാനത്തെ, BJP ഭരിക്കുന്ന ത്രിപുര എന്ന സംസ്ഥാനത്തിന് 40 കോടി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ, ഇതിന് ശേഷം ഈ ഉരുൾപൊട്ടൽ അവസ്ഥയ്ക്കൊക്കെ ശേഷം സംഭവിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ത്രിപുര സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് 40 കോടി. പക്ഷേ ഒരു വലിയ ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ച വയനാടടങ്ങുന്ന കേരളത്തെ സംബന്ധിച്ച് തികഞ്ഞ നിസ്സംഗത, മൗനം, ഒരു അനുകൂലമായ നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ ദിലീപ് അത് താരതമ്യം ചെയ്തത്. ത്രിപുരയ്ക്ക് കേന്ദ്ര സഹായം ഉടൻ നൽകുകയുണ്ടായല്ലോ എന്ന് ഓർമ്മിപ്പിച്ചത് അവിടെയാണ്.
രാഷ്ട്രീയ വിവേചനം ഒഴിവാക്കണം എന്നുകൂടിയാണ് ദാസ് അതേക്കുറിച്ച് പറയുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സഹമന്ത്രിയുടെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിനകത്ത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച ഒരു നാടിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി എല്ലാവരും നിൽക്കുക എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിയായാലും കേന്ദ്ര സഹമന്ത്രിയായാലും ആരായാലും അതിനോടൊപ്പം കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ആ നിലയിൽ പിന്തുണയ്ക്കാനുള്ള വലിയൊരു മനോഭാവമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളം പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണിപ്പോൾ വിഷ്ണു സൂചിപ്പിച്ച